നമസ്കാരം. കാസർഗോഡ് മേൽപ്പറമ്പിൽ 16 വയസ്സുകാരിയെ അമ്മയുടെ സുഹൃത്തായ 25-കാരിയായ യുവതി ക്രൂരമായി ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശിനിയായ സ്നേഹ മെർലിൻ എന്ന യുവതിയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പല തവണയായി ലൈംഗിക വൈകൃതങ്ങൾക്കും പീഡനത്തിനും ഇരയാക്കിയത്. ലഹരി വിൽപ്പന കേസിലും അടിപിടി കേസുകളിൽ ഉൾപ്പെട്ട സ്നേഹ മെർലിൻ കടുത്ത ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. പെൺകുട്ടിയുടെ അമ്മ വീട്ടിലുള്ളപ്പോൾ പോലും ഇവർ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കുട്ടിയുടെ അമ്മയുമായി സ്നേഹയ്ക്കുണ്ടായിരുന്ന ജയിൽ സൗഹൃദമാണ് ഈ ക്രൂരതയ്ക്ക് വഴിയൊരുക്കിയത്. ലഹരി വിൽപ്പന കേസിലെ പ്രതിയായിരുന്ന പെൺകുട്ടിയുടെ അമ്മ കണ്ണൂർ ജയിലിൽ കഴിയുന്നതിനിടെയാണ് അവിടെ തടവിലായിരുന്ന സ്നേഹ മെർലിനെ പരിചയപ്പെടുന്നത്. ജയിലിൽ നിന്നും ഇറങ്ങിയ ശേഷം അവർ പെൺകുട്ടിയുടെ കാസർഗോട്ടെ വീട്ടിലെത്തി 1 വർഷത്തോളം ഒരുമിച്ച് താമസിച്ചിരുന്നു. ഈ കാലയളവിലാണ് പെൺകുട്ടി നിരന്തരമായി പീഡനത്തിന് ഇരയായത്. നേരത്തെ സ്വന്തം പിതാവിനാലും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പിതാവ് നിലവിൽ പോക്സോ കേസിൽ സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയാണ്. ഇതിനു പിന്നാലെയാണ് അമ്മയുടെ സുഹൃത്തിൽ നിന്നും പെൺകുട്ടിക്ക് വീണ്ടും സമാനമായ ദുരനുഭവം നേരിടേണ്ടി വന്നത്. സ്കൂളിൽ വെച്ച് അധ്യാപകർ കുട്ടിയുടെ കയ്യിൽ നിന്നും മൊബൈൽ ഫോൺ കണ്ടെത്തുകയും പെരുമാറ്റത്തിൽ സംശയം തോന്നിയതിനെ തുടർന്ന് കൗൺസിലിങ്ങിന് വിധേയയാക്കുകയും ചെയ്തപ്പോഴാണ് പീഡന വിവരങ്ങൾ പുറത്തുവരുന്നത്. ഭയം കാരണം കുട്ടി ഈ വിവരങ്ങൾ ആരോടും പറയാതെ ഒളിച്ചു വെക്കുകയായിരുന്നു. പിന്നീട് കുട്ടിയെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റിയ ശേഷമാണ് പോലീസിനും കോടതിക്കും മുൻപാകെ കൃത്യമായ രഹസ്യമൊഴി നൽകിയത്. ആദ്യം കുട്ടികൾക്ക് ചെറിയ സമ്മാനങ്ങൾ നൽകി സൗഹൃദം സ്ഥാപിക്കുകയും പിന്നീട് അവരുടെ സ്വകാര്യ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് കാണിച്ച് ഭീഷണിപ്പെടുത്തി നിരന്തരം ചൂഷണം ചെയ്യുകയുമാണ് സ്നേഹയുടെ പതിവ് രീതിയെന്നും പോലീസ് വ്യക്തമാക്കുന്നു. സ്നേഹ മെർലിനെതിരെ നിലവിൽ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതുൾപ്പെടെ 4 പോക്സോ കേസുകൾ നിലവിലുണ്ട്. തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 12-കാരിയെ സമാനമായ രീതിയിൽ പീഡിപ്പിച്ച കേസിൽ കഴിഞ്ഞ വർഷം ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സ്കൂളിലെ കൗൺസിലിങ്ങിലൂടെ തന്നെയാണ് അന്നും ആ വിവരങ്ങൾ പുറത്തു വന്നത്. കൂടാതെ CPI പ്രാദേശിക നേതാവിനെ ഹെൽമറ്റ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ച കേസിലും സ്നേഹ പ്രതിയാണ്. മേൽപ്പറമ്പ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ ഈ കേസ് അന്വേഷിക്കുന്നത്. പുതിയ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ പ്രതിയായ സ്നേഹ മെർലിൻ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണ് കാസർഗോഡ് മേൽപ്പറമ്പിൽ നിന്നും പുറത്തുവരുന്ന ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നത്. നേരത്തെ സ്വന്തം പിതാവിനാൽ പീഡിപ്പിക്കപ്പെടുകയും പിന്നീട് സംരക്ഷയാകേണ്ട അമ്മ തന്നെ അവരുടെ ജയിൽ സുഹൃത്തിൽ നിന്ന് കിട്ടിയ സൗഹൃദത്തിൽ നിന്നൊരു സ്ത്രീ സ്വന്തം വീട്ടിലേക്ക് വരുന്നു. അമ്മയുടെ സുഹൃത്താണ്. ഈ അമ്മയുടെ സുഹൃത്ത് വീണ്ടും ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഈ പെൺകുട്ടിയെ ഇരയാക്കുന്നു. ഇങ്ങനെയുള്ളൊരു പെൺകുട്ടിയുടെ അവസ്ഥ അതീവ ദയനീയമാണ്. ലഹരി മാഫിയയും ക്രിമിനൽ പശ്ചാത്തലവുമുള്ള ഇത്തരം വ്യക്തികൾ സമൂഹത്തിൽ കുട്ടികൾക്ക് നേരെ ഉയർത്തുന്ന ഭീഷണി എത്രത്തോളം വലുതാണെന്ന് ഈ സംഭവം വിരൽ ചൂണ്ടുന്നു. വിദ്യാലയങ്ങളിൽ കൃത്യമായ ഇടപെടലുകളും കൗൺസിലിംഗും മാത്രമാണ് ഭയന്ന് വിറച്ച കുട്ടിയുടെ ദുരനുഭവം പുറം ലോകം അറിയാൻ കാരണമായത്. ഒട്ടനവധി പോക്സോ കേസുകളിലും ക്രിമിനൽ കേസുകളിലും പ്രതിയായ സ്നേഹ മെർലിനെ പോലെയുള്ള കടുത്ത മാനസിക വൈകൃതമുള്ള കുറ്റവാളികൾ സമൂഹത്തിൽ സ്വതന്ത്രമായി വിഹരിക്കുന്നത് ഈ തലമുറയ്ക്ക് തന്നെ ഭീഷണിയാണ്. ഒളിവിൽ പോയ പ്രതി എത്രയും വേഗം നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇത്തരക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ ഉറപ്പാക്കുകയും ചെയ്യേണ്ടത് കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അത്യന്താപേക്ഷിതമാണ്.